തിരുവനന്തപുരത്ത് മമ്മൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ കുഞ്ഞു മരിച്ചുവെന്ന പരാതി. ശ്വാസതടസ്സം നേരിട്ടതിന് ആശുപത്രിയിൽ എത്തിച്ച 2.5 വയസ്സുകാരി ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കാട്ടാക്കട മമ്മൽ ആശുപത്രിക്കെതിരെയാണ് പരാതി. കയ്യിൽ ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡ് എടുത്ത് രണ്ടാമത് ഒരു ഇഞ്ചക്ഷൻ വെച്ച ഉടനെ തന്നെ മോളെ ചിറി അങ്ങ് കോണിപ്പോവുകയും ശ്വാസം ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് വലിക്കുകയും ചെയ്തു. അതിനുശേഷം മോള് മയങ്ങി ബെഡിൽ വീണ് ബെഡിലോട്ട് എടുത്ത് കിടത്തി. പിന്നെ അവിടെ നിന്ന് 2-3 ഡോക്ടർമാർ CPR നോക്കി, ECG ചെയ്ത് നോക്കി. എന്നിട്ടും രക്ഷയില്ല. ഒരു 30-40 മിനിറ്റോളം അങ്ങനെ ഡിലേ ആക്കി. അതിനുശേഷം നമ്മളടുത്ത് പറയാതെ അവർ വേറെ ആംബുലൻസിൽ എടുത്ത് അവിടെയുള്ള ആംബുലൻസിൽ എടുത്ത് കയറ്റി. അരുൺ ഭാര്യയാണ് ഡോക്ടറും പിന്നെ ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത വേറെ ഡോക്ടറും ഒരു നേഴ്സും കൂടെ ആംബുലൻസിൽ കയറി. ഞങ്ങളെ കൊണ്ടുപോയില്ല. ഞങ്ങൾ ആദ്യം കയറി ഞങ്ങളെ ഇറക്കി വിട്ടു. അവിടെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആദ്യമേ കൊച്ചിനെ മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. ഇടയ്ക്ക് ഒരു 10 വരെയുള്ളൊരു മരുന്ന് എൻ്റെ ഒരു കണക്ക് പറഞ്ഞായിരുന്നു. അതിൽ രണ്ടാമത്തെ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഒരു 10 മിനിറ്റോളം മിടിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 8 കൂടെ അവർ കൊടുത്തു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ നില വഷളായിരുന്നുവെന്ന് ഡോക്ടറുടെ വിശദീകരണം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നും മമ്മൽ ആശുപത്രി ഡോക്ടർ വ്യക്തമാക്കി. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘന, ഈ അസ്വാഭാവികത സംശയിക്കാനിടയായ സാഹചര്യം എന്താണ്? പ്രവിധ ആര്യനാട് പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഐഷ ഫാത്തിമ അതുപോലെ കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ മരിക്കുന്നത്. അതിൽ പ്രധാനമായും കുടുംബത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് 2 ഇഞ്ചക്ഷൻ എടുത്തു, പിന്നീട് കുട്ടി ബോധരഹിതയായി മരണം സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നീട് നിയർ മെഡിസിറ്റിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും കുഞ്ഞു മരിച്ചു എന്നുള്ള കാര്യമാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നുള്ള കാര്യമാണ് ഇന്നലെ പിതാവിന്റെ അടക്കം പ്രതികരണമായി വരികയും ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഐഷ ഫാത്തിമ 2.5 വയസ്സുള്ള കുഞ്ഞാണ്. അവൾക്ക് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ, ഈ പനിയും അതുപോലെ തന്നെ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആദ്യം ഈ ആര്യനാടുള്ള സർക്കാർ ആശുപത്രിയിലും പിന്നീട് മമ്മൽ ആശുപത്രിയിലും എത്തിക്കുന്നത്. അതിനു പിന്നാലെ ഇഞ്ചക്ഷൻ എടുക്കുന്നു, അവിടെ നിന്ന് ബോധരഹിതയാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഈ 2 ഇഞ്ചക്ഷൻ വെച്ചതും ഈ മരണത്തിലേക്ക് നയിക്കില്ല. നെബുലൈസേഷനും അതുപോലെ തന്നെ അഡ്രിനാലിൻ കുത്തിവയ്പ്പുമാണ് നടത്തിയത്. പക്ഷെ അത് മരണത്തിലേക്ക് നയിക്കില്ല. അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് ഈ ചികിത്സിച്ച ഡോക്ടർ അടക്കം പറയുന്നത്. അത് രക്ഷിതാക്കളുടെ അറിവോടുകൂടിയാണ് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയത് എന്നുള്ള കാര്യങ്ങളടക്കം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുടുംബം ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കുടുംബം പറയുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് ഈ മമ്മൽ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്റെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മരണകാരണമായേക്കാവുന്ന ഒരു അസുഖം കുഞ്ഞിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഐഷ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുക. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും എന്താണ് ഈ മരണകാരണം നടക്കമുള്ളതിൽ. എന്തായാലും കുടുംബം ഇപ്പോഴും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് ഈ ഇഞ്ചക്ഷൻ വെച്ചതോടുകൂടി ബോധരഹിതയായി, അതുപോലെ തന്നെ നിയർ മെഡിസിറ്റിയിലേക്ക് എത്താൻ വൈകി, അതുപോലെ തന്നെ ആംബുലൻസിൽ കയറ്റുമ്പോൾ ബന്ധുക്കളെ ആരെയും കയറ്റിയില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ മമ്മൽ ആശുപത്രി ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. മേഘന വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.